സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ, അൽഫാം, അറേബ്യൻ ചിക്കൻ മന്തി, മസാല ഷവായകൾ, വിവിധതരം ഷവർമകൾ, ബർഗറുകൾ, സാൻഡ്വിച്ചുകൾ തുടങ്ങി നിങ്ങളുടെ ആഘോഷവേളകൾക്ക് വേണ്ട കേക്കുകൾ ഉൾപ്പെടെ എല്ലാം അത്യാധുനിക സൗകര്യങ്ങളിൽ. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. കാളികാവാമ്പുയിൽ കൈതമണ്ണം മഹാദേവ ക്ഷേത്രം റോഡ് കോൺക്രീറ്റ് ചെയ്തു. MLA ഫണ്ടും ഗ്രാമപഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത്. റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാരണം ഇവിടേക്ക് വരുന്ന ഒരുപാട് ആളുകൾ അവരുടെ സൗകര്യപ്രദമായിട്ട് വരാനുള്ള ഒരു സാഹചര്യം എന്തെല്ലാം കൊണ്ടും നമുക്ക് റോഡ് ഏതാണ്ട് പാതി വഴിയിലെത്തി ബാക്കി കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുകൂടി ആലോചിക്കാം. അതോടൊപ്പം തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സ്വാഗതപ്രാസംഗം പറഞ്ഞു നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ക്ഷേത്രത്തിന്റെ ഈ ഒരു നിർമ്മാണ പുനഃപ്രതിഷ്ഠയും അതുപോലെ തന്നെ നവീകരണവും ഒക്കെ നടക്കുന്ന ഈ സന്ദർഭത്തിൽ അതിന്റെ ഒരു പിന്നാമ്പുറ ചരിത്രം എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചപ്പോൾ അത് നമുക്ക് അഭിമാനത്തോടു കൂടി നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരമായിട്ട്, നാടിന്റെ സ്വഭാവമായിട്ട് നമുക്ക് എവിടെയും ഉയർത്തി പറയാവുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പല കാലങ്ങളായിട്ട് മറ്റ് തരത്തിൽ നമുക്ക് കൈവശമില്ലാതിരുന്ന ഒന്നായിരുന്നു. പക്ഷെ ഇത് പള്ളി കമ്മിറ്റിയുടെ ഒരു തീരുമാനത്തോടു കൂടി ഇത് ലഭിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒരു മാനവികതയുടെ, ഒരു സൗഹാർദ്ദത്തിന്റെ, സ്നേഹത്തിന്റെ ഒരു വലിയ അടയാളമായിട്ട് നമുക്ക് ക്ഷേത്രത്തെ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ നൽകിയ സഹായം, ജാതിമത ചിന്തയ്ക്ക് അതീതമായി ഈ ക്ഷേത്രത്തെ സഹായിക്കാൻ ആളുകൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതും മലപ്പുറത്തിന്റെ ഒരു ഏറ്റവും നല്ല എടുത്തു പറയാവുന്ന, നമുക്ക് എക്കാലത്ത് എല്ലായിടത്തും ഞങ്ങളൊക്കെ പോയാൽ പറയാവുന്ന മലപ്പുറത്തിന്റെ സ്വഭാവ മഹിമ, അതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ക്ഷേത്രം എന്ന് പറയുവാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ആമപ്പൊയിൽ കൈതമണ്ണ മഹാദേവ ക്ഷേത്രം അടുത്ത കാലത്താണ് നാട്ടുകാർ പുനരുദ്ധാനം നടത്തിയത്. തുടർന്ന് ക്ഷേത്രത്തിലേക്കുള്ള നാട്ടുകാർ നിർമ്മിച്ച റോഡിന്റെ പകുതി ഭാഗമാണ് ഇപ്പോൾ കോൺക്രീറ്റ് നടത്തി ഗതാഗത യോഗ്യമാക്കിയത്. റോഡ് വന്നതോടെ പ്രദേശത്തെ കൃഷിഭൂമികളിലേക്കും സുഗമമായി സഞ്ചരിക്കാനായി 500 മീറ്റർ ദൂരം കൂടി കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയാൽ തണ്ടുകോട് പ്രദേശത്തേക്കുള്ള ബൈപ്പാസ് റോഡായി മാറും. ചരിത്ര പ്രാധാന്യമുള്ള പുരാതന ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാനുള്ള സർക്കാർ പദ്ധതിയിൽ കൈതമണ്ണ ക്ഷേത്രം കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം മന്ത്രിക്ക് നൽകുന്നതിനുള്ള നിവേദനവും മന്ത്രിക്ക് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് രമരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മുസ്തഫ അബ്ദുൽ ലത്തീഫ്, KT അജ്മൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P അബ്ദുറഹ്മാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പൊറ്റയിൽ റഷീദ്, K സുബൈദ, വാർഡംഗം റിയാന, C ഗോപാലകൃഷ്ണൻ, CP അറമുഖൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. ഹയ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ. ഒരു സുരക്ഷിത നിക്ഷേപത്തിന് തുടക്കം കുറിക്കൂ. ഈ പദ്ധതിയിൽ അംഗമാകാൻ 8078599000 എന്ന നമ്പറിൽ ഉടൻ മിസ് കോൾ ചെയ്യൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, വണ്ടൂർ.